ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് ചെക്കെടുത്ത് ബാങ്കിൽ പോയി പൈസ മാറി വരുമ്പോഴേക്കും സമയം പിടിക്കും. ആ ചെറുക്കനാണ് 500 രൂപയ്ക്ക് വേണ്ടി ബഹളവാ. ആക്രി സാധനങ്ങൾ പറക്കിയെടുത്ത് വിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ആക്രിയില്ല, പിന്നെ എന്ത് ചെയ്യും? അവനെ ഇനി കളരി പഠിപ്പിക്കാനാണേല് ആരോഗ്യം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അളിയനോട് ചോദിക്കാമെന്ന് വെച്ചാല് അത് വേണ്ട അത് വേണ്ട നടക്കടാ. ഇനിയിപ്പോ എന്തോ ചെയ്യും? മാമന്റെ അടുത്ത് ചോദിക്കാന്ന് വെച്ചു കഴിഞ്ഞ മാമന്റെലോ ഒന്നുമില്ല. റിങ്കിയുടെ അടുത്ത് ചോദിക്കും. അവള് തരൂല, ശരിയാവൂല. അളിയൻ അറിയാതെ 500 രൂപ അടിച്ചു മാറ്റാം. അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശ് അടിച്ചു മാറ്റാം. അല്ല, വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ആ 500 രൂപ അങ്ങ് തിരിച്ചു വെച്ചാ മതിയല്ലോ. അത് മതി. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. അതേ ഉള്ളു ഒരു വഴി. നീ എന്തിനാ ചിരിക്കുന്നത്? മാമ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ അതിനെ പറ്റി ആലോചിച്ചിരിച്ച. അല്ല, മാമൻ എന്തിനാ ചിരിക്കുന്നേ? മാമ എന്തിനാ ചിരിക്കുന്നേ? അത് എന്ന് പറഞ്ഞാലേ ഈ ചിരി നമ്മുടെ ആയുസ് കൂട്ടും. ആയുസ് കൂട്ടാൻ വേണ്ടി ഞാൻ ചിരിച്ച. എന്നാ മാമ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ചിരിച്ച് ചിരിച്ച് ആയുസ് കൂട്ടിക്കോ. ഞാൻ പോണേ. മാമ, ഞാൻ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെ പുറകെ വിളിക്കാവോ? എന്തോടി നല്ല കാര്യം? അത് പോയി എന്തായാലും കഴിക്കാനില്ലയോ? അതിന് സമയം കാലം ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും ചെന്ന് കഴിക്കാം. മാമ മൂട്ടില് തീ പിടിച്ചിരിക്കുമ്പോ ഒരുമാതിരി വലിച്ചു കോമഡി അടിക്കലോ? ഈടി അതെ, വേറൊരു കാര്യമുണ്ട്. പറ. നീ ഇപ്പൊ അങ്ങോട്ട് വീടിനകത്തോട്ട് കേറി പോകുന്ന വഴിക്കേ നിന്റെ അച്ഛനും അമ്മയും എങ്ങാനും ബെഡ്റൂമിൽ ഇരിക്കുകയാണെങ്കിൽ അവരോട് പറയണം, ഇനി വരാൻ പോകുന്ന 1 മണിക്കൂർ അവരൊരുമിച്ച് ബെഡ്റൂമിൽ ഇരിക്കരുതെന്ന്. അങ്ങനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി വരാൻ പോകുന്ന മണിക്കൂർ എന്ന് പറഞ്ഞാൽ യമകണ്ഠക ശനി മണിക്കൂറാ. യമകണ്ഠക ശനി മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് വളരെ ദോഷകരമായിട്ടുള്ള മണിക്കൂറാ. അതും പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കന്നിമൂല ഭാഗത്ത് ബെഡ്റൂമായിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന ദമ്പതിമാര് ഈ യമകണ്ഠക ശനി മണിക്കൂറില് അവരൊരുമിച്ച് ബെഡ്റൂമിൽ ഇരുന്ന തീർന്നു. അതെന്തോന്നു മാമ ഈ യമകണ്ഠക ശനി അതൊന്ന് പറയുമ്പോ എന്തുവാ? ഈ യമകണ്ഠക ശനി മണിക്കൂർ എന്ന് പറഞ്ഞാലേ ഈ 1 മണിക്കൂർ സമയത്തേക്ക് യമധർമ്മൻ, പ്രേത പിശാച്, മറ്റു കക്ഷികളൊക്കെ ഇല്ലേ, പുള്ളിയുടെ പ്രേത പിശാചുക്കളും ഒക്കെ അവരെല്ലാം തുറന്നു വിടുന്ന ടൈമാ. ആ സമയത്തെങ്ങാനും അവരുടെ മുന്നിൽപ്പെട്ടാൽ നിന്നെയൊക്കെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ബ്ലഡ് മൊത്തം ജ്യൂസ് അടിക്കുന്ന അടിച്ചുകളെ. അയ്യോ, നമുക്ക് പ്രശ്നമില്ലായിരിക്കും, ഈ ദമ്പതിമാർക്കല്ലേ പ്രശ്നം, പിള്ളേർക്ക് എന്ത് പ്രശ്നം? പിള്ളേർക്കും പ്രശ്നമാ, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക്. എനിക്കാണെങ്കിൽ അച്ഛന്റെ റൂമിൽ കേറിയിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ പരിപാടി? അത് പിന്നെ മാമ, എന്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാരും കൂടെ പൊന്മുടിയില് ടൂർ പോകാനിരിക്കുക. അച്ഛൻ്റെ അടുത്ത് ഞാനൊരു 500 രൂപ ചോദിച്ചു. അപ്പൊ അച്ഛൻ തന്നില്ല. അപ്പൊ ഞാൻ അച്ഛന്റെ റൂമിൽ കയറി 500 രൂപ അടിച്ചു മാറ്റാനുള്ള പരിപാടി. 500 അടിച്ചു മാറ്റാൻ? 500 രൂപയല്ല, 500 50 ബിസ്ക്കറ്റ്. അത് അച്ഛന്റെ പോക്കറ്റിനകത്ത് ഞാൻ കണ്ടു നേരത്തെ. എനിക്ക് അത് അടിച്ചു മാറ്റിയേ പറ്റുള്ളൂ, എനിക്ക് വിശക്കുന്നത്. ബിസ്ക്കറ്റ് പോകുമ്പോ ടൂറ് പോകുമ്പോ ബിസ്ക്കറ്റ് വേണ്ടേ? പിന്നെ അത് വേണം, ബിസ്ക്കറ്റ് വേണം. അപ്പൊ ഞാൻ അത് എടുക്കണം, എനിക്ക് ആ സമയത്ത് എടുക്കാതിരിക്കാൻ പറ്റൂല. ഈ കണ്ടക ശനി മണിക്കൂറിൽ എനിക്ക് എടുക്കണം, എടുത്തേ പറ്റൂ. വേറെ ഒന്നും മാമ പറയണ്ട, മാമ വിടണം.
പിന്നെ ഈ സമയത്ത് എടുത്താ ഞാനീ പറഞ്ഞ പ്രശ്നമുണ്ട് മക്കളെ. പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ മാമ. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താ പോരായോ? അത് വൈകി പോവും. പോവാ ബിസ്ക്കറ്റില്ലയോ, കേടാകത്തില്ല. നമ്മൾ വൈകും. എടുക്കണം മാമ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് യമനായാലും കണ്ടക ശനിയായാലും എനിക്ക് എടുത്തേ പറ്റുള്ളൂ. മാമ ഇവിടെ ഇരുന്നോ. വേണ്ട. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.